ഈ എൻ ശിവരാജൻ BJPയുടെ ദേശീയ കൗൺസിൽ അംഗമാണ്. അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾക്ക് ആ നിലയ്ക്കുള്ള പരിമിതി സ്വാഭാവികമാണ്. പക്ഷേ BJPയെ സംബന്ധിച്ച് അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് വീണുപോയല്ലോ. സാധ്യതകളെ പ്രയോജനപ്പെടുത്തുന്നതിൽ നമ്മുടെ നേതൃത്വത്തിന് വലിയ വീഴ്ചയുണ്ടായെന്ന വിമർശനം അകത്തും പുറത്തും കാര്യമായിട്ട് കേൾക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഒന്ന് ഫിക്സ് ചെയ്യാൻ പറ്റുമോ? പുറത്തു നോക്കുന്ന താങ്കൾക്ക് ശ്രീ ഷാബു, അതാർക്കായിരിക്കും? ഇന്നത്തെ രാവിലത്തെ പത്രസമ്മേളനം, സുരേന്ദ്രൻ്റെ പത്രസമ്മേളനം നിങ്ങളും റിപ്പോർട്ട് ചെയ്തതല്ലേ നിഷാദെ? സുരേന്ദ്രൻ എത്ര ക്ലിയറായിട്ടാണ് പറയുന്നത്. BJPയിൽ കൂട്ടായ തീരുമാനങ്ങളാണ് എടുക്കുന്നത്. പക്ഷേ എങ്കിലും ഒരു ആ ടീമിനെ നയിച്ച ഒരു ടീം ലീഡർ എന്നുള്ള നിലയിൽ സംസ്ഥാന അധ്യക്ഷന് തന്നെയാണ് അതിൻ്റെ ഉത്തരവാദിത്വം. തോൽവി തന്നെയാണ്. അതിൻ്റെ അകത്ത് എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഓഡിറ്റ് ചെയ്യപ്പെടണം, അത് ചോദ്യം ചെയ്യപ്പെടണം. ഞാൻ ആൻസറബിളാണ്. ഇത് ഞാൻ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുമുണ്ട്. ഇതിൽ കൂടുതൽ എങ്ങനെയാണ് അതിൻ്റെ ക്ലാരിറ്റി ഉണ്ടാവുക? ഇതിനു മുമ്പുള്ള ചർച്ചകളിലും ഒരിക്കൽ പറഞ്ഞാലും ഉത്തരവാദിത്വം ജയിച്ചാലും തോറ്റാലും എൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, തീർച്ചയായിട്ടും അതിന് സംഘടനാ നേതൃത്വത്തിന് തോൽവിയിലും ജയത്തിലും ഉത്തരവാദിത്വമുണ്ട്. അതിൻ്റെ അകത്ത് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് സുരേന്ദ്രൻ വളരെ ക്ലിയറായിട്ട് പറഞ്ഞ കാര്യത്തിൽ ഏത് പരാജയവും പരിശോധിക്കപ്പെടും, അത് പാർട്ടി സംവിധാനം അതിനുണ്ടെന്നുള്ള ഒരു സാധാരണ മറുപടിയാണല്ലോ. ഇവിടെ നോക്കൂ, ഇവിടെ പ്രാദേശിക തലത്തിൽ ഷാബു വലിയ എതിർപ്പുണ്ടായിരുന്നു. റെസ്പോൺസിബിലിറ്റി എനിക്കാണ്. ആരാണതിന് ചോദ്യം ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ഇതിനകത്ത് നോക്കൂ, പ്രാദേശിക തലത്തിൽ വലിയ എതിർപ്പുണ്ടായിരുന്നു. അല്പസമയം മുമ്പ് സംസാരിച്ച ശിവരാജൻ പോലും ഇദ്ദേഹം വന്നാൽ നമ്മൾ പരാജയപ്പെടുമെന്ന പ്രശ്നം പിണങ്ങി ഇറങ്ങിപ്പോയ സന്ദീപ് പറയുന്നു, പാർലമെന്റ് മുതൽ താഴേക്ക് പാൽ സൊസൈറ്റി വരെ ഒരാൾ തന്നെ മത്സരിക്കുന്നു, ആളുകൾ ഒരാളെ തന്നെ കണ്ടു മടുക്കുന്നു, പലതരം ആരോപണങ്ങളുടെ നടുവിൽ അദ്ദേഹം നിൽക്കുന്നു. ഈ പ്രശ്നമുണ്ട്. മുനിസിപ്പാലിറ്റിയിലുള്ള കൗൺസിലർമാരും അവിടുത്തെ ചീഫും പറയുന്നത് ഇദ്ദേഹം വന്നാൽ പ്രശ്നമാകുമെന്ന അഭിപ്രായം നേരത്തെ സ്റ്റേറ്റ് കമ്മിറ്റിയുമായി ഞങ്ങൾ പങ്കുവച്ചിരുന്നതാണ്. ഇത്രയധികം പ്രാദേശിക വിയോജിപ്പുകളെ മറികടന്നുകൊണ്ട് ഒരാളെ തീരുമാനിക്കാൻ സംസ്ഥാന നേതൃത്വം ഒരുമ്പെടുമ്പോൾ അതിന് ഒരു ഉത്തരവാദി ഉണ്ടാകില്ല. ആ ഉത്തരവാദി നമുക്കിപ്പോൾ പ്രത്യക്ഷത്തിൽ കാണാവുന്ന തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ് ലീഡർഷിപ്പാണ് അല്ലെന്ന് പറയാമോ? അതെന്നല്ലേ പറഞ്ഞത്. സ്റ്റേറ്റ് ലീഡർഷിപ്പ്, സംസ്ഥാന പ്രസിഡന്റ്, അതിൻ്റെ ഉത്തരവാദിത്വം അദ്ദേഹം പബ്ലിക് പ്ലാറ്റ്ഫോമിലല്ലേ ഏറ്റെടുത്തത്. ഇനി മറ്റൊരു കാര്യം ഞാൻ പറയട്ടെ. അതായത് ഇപ്പം ഇലക്ഷൻ പരാജയപ്പെട്ടു, വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നു, നന്നായി അധ്വാനിച്ചു, കഴിയുന്നത്ര എല്ലാ രീതിയിലും അധ്വാനിച്ചു. പക്ഷേ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു വലിയ പരാജയം ഏറ്റുവാങ്ങിയപ്പോൾ ഈ തങ്ങളുടെ ആ പ്രയത്നം മുഴുവൻ വൃഥാവിലായി പോകുന്ന ഒരവസ്ഥ, ഒരു മാനസികാവസ്ഥയിലാകുമ്പോൾ കുറേ ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് ഒക്കെ ഉണ്ടായി. അദ്ദേഹം ഏറ്റെടുക്കുന്നതാണ്. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ഷാബു, ഇപ്പം ഇതിനകത്ത് അദ്ദേഹം ഏറ്റെടുക്കുന്നു, പക്ഷെ തോറ്റത് എന്തുകൊണ്ടായിരിക്കുമെന്ന സ്വാഭാവികമായ ചോദ്യം ഉണ്ടല്ലോ. BJPയെ സംബന്ധിച്ച് അവർക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു മണ്ഡലത്തിൽ എങ്ങനെ തോറ്റു? അതിന് കുറെ ഫാക്ടേഴ്സ് ഉണ്ടാവുമല്ലോ. ഒന്നിനി ഇപ്പം BJPയുടെ സംസ്ഥാന നേതൃത്വത്തോട് ആളുകൾക്കുള്ള ഒരു വിപ്രതിപത്തിയാണോ, വിശ്വാസ്യത കുറവാണോ, മതിപ്പില്ലായ്മയാണോ, അതോ ഈ സ്ഥാനാർത്ഥിയോട് മാത്രമുള്ള സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ ആണോ? ഇങ്ങനെ കുറേ ചോദ്യങ്ങളുണ്ട്. അല്ലെങ്കിൽ BJP മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യങ്ങളുടെ പ്രശ്നമാണോ? എവിടെയായിരിക്കും BJPക്ക് ഒന്നാമത് പിഴച്ചിട്ടുണ്ടാവുക? ഞാൻ പറയാം. നിങ്ങൾ ഇടപെടാതെ എനിക്കിന്ന് സമയം തരണം. കൃത്യമാണ്. നിങ്ങളുടെ ചോദ്യങ്ങളൊക്കെ വളരെ സ്പെസിഫിക്കാണ്, ക്ലിയറാണ്, ഷാർപ്പാണ്. അതായത് BJPക്ക് കിട്ടേണ്ട വോട്ടുകൾ, കിട്ടുമെന്ന് പ്രതീക്ഷിച്ച വോട്ടുകൾ കിട്ടിയിട്ടില്ല. BJPക്ക് അവിടെ ഏകദേശം 40,000-ഓളം ബേസ് വോട്ടുകളുണ്ട്. ആ ബേസ് വോട്ടുകൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. ആ ബേസ് വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. മെട്രോമാന് ലഭിച്ചത് 51,000-ഓളം വോട്ടുകളായിരുന്നു. ആ വോട്ടുകൾ, അധികം ലഭിച്ച വോട്ടുകളാണ് BJPക്ക് ലഭിക്കാതെ പോയത്. തീർച്ചയായിട്ടും ശ്രീധരൻ സാറിനെ പോലെയുള്ള ആ ഒരു സ്റ്റൾവർട്ട്, ആ ഒരു ടവറിംഗ് പേഴ്സണാലിറ്റി അവിടെ നിൽക്കുമ്പോൾ സ്വാഭാവികമായി വരുന്ന ആ നിഷ്പക്ഷ വോട്ടുകൾ തീർച്ചയായിട്ടും കൃഷ്ണകുമാറിന് കിട്ടിയിട്ടില്ല. ഇതൊരു യാഥാർത്ഥ്യമാണത്. മാത്രവുമല്ല, ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞതാണ്. തെരഞ്ഞെടുപ്പ് മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരും പ്രവർത്തകരും എല്ലാം വളരെ ഒരു ഹൈ പ്രൊഫൈൽ, ഒരു ഹൈ വോൾട്ടേജ് തെരഞ്ഞെടുപ്പാക്കി മാറ്റിയെങ്കിലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു കേവലം കേരളത്തിലെ ഒരു പൊളിറ്റിക്കൽ ഇക്വേഷൻസിനും മാറ്റം വരുത്താത്ത, ഒരു സ്വാധീനവും ചെലുത്താത്ത ഒരു സാധാരണ ഉപതെരഞ്ഞെടുപ്പ് മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ ആർക്ക് അനുകൂലമായാലും പ്രതികൂലമായാലും ശരി ഈ വോട്ടിംഗ് ശതമാനം 7% കുറഞ്ഞത്. ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനം ആര് ഭരിക്കണം, രാജ്യം ആര് ഭരിക്കണം എന്നൊക്കെ തീരുമാനിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ
വോട്ടിംഗ് ശതമാനം സ്വാഭാവികമായിട്ട് കുറച്ച് കൂടുതലായിരിക്കും. കൂടുതൽ ദൂരെ ജോലി ചെയ്യുന്നവർ, സ്റ്റുഡൻസ്, അവരൊക്കെ നമ്മളന്ന് കഴിഞ്ഞ ഇലക്ഷൻ കണ്ടാണ് ഗൾഫിൽ നിന്നൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നൂറുകണക്കിന് ആൾക്കാർ ടിക്കറ്റ് എടുത്ത് വരുന്നത്. അങ്ങനെയുള്ള ഒരു റെസ്പോൺസ് ഒരിക്കലും പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു ഉപതെരഞ്ഞെടുപ്പിനോട് ഉണ്ടായിട്ടില്ല. ഇവിടെയും അതുണ്ടായിട്ടില്ല. അപ്പോൾ ഈ കുറഞ്ഞ വോട്ട് ശതമാനത്തിൽ സിംഹഭാഗവും BJPക്ക് ലഭിക്കേണ്ട വോട്ടുകളായിരിക്കണം എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അതൊരു റീസൺ. മറ്റൊന്ന്, പിന്നെ BJPയുടെ ദൗർബല്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, BJPക്ക് ശക്തി എന്ന് പറയുന്നത് കേരളത്തിലുടനീളമുള്ളത് വ്യാപകമായ ഒരു ശക്തി അല്ല ഉള്ളത്. ഇപ്പം മഞ്ചേശ്വരം, പാലക്കാട് മുനിസിപ്പാലിറ്റി, നിയമസഭാ മണ്ഡലം, തൃശ്ശൂർ, ഇങ്ങനെയുള്ള പോക്കറ്റുകളിലാണ് BJPയുടെ ശക്തിയുള്ളത്. ഈ പോക്കറ്റുകളിൽ നിന്ന് ഇപ്പം പാലക്കാട് മുനിസിപ്പാലിറ്റിയുള്ള ശക്തി സമീപ പഞ്ചായത്തുകളിലും കൂടെ വ്യാപിപ്പിക്കാതിരിക്കുന്നിടത്തോളം കാലം, എന്താ പറഞ്ഞാൽ മുനിസിപ്പാലിറ്റിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്താണ് അവിടുത്തെ BJPയുടെ അപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല, അതുകൊണ്ട് പഞ്ചായത്തിലേക്ക് കടക്കണം എന്നാണ്. ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ, ഇപ്പം താങ്കൾ പറഞ്ഞു വോട്ടർ ഫാറ്റിങ്ങിനെ കുറിച്ചാണ്. ആളുകൾക്ക് ഒരു ബൈ ഇലക്ഷൻ ആകുമ്പോൾ മടുക്കും, ശരിയാണ്. പക്ഷെ നോക്കൂ, വലിയ തോതിൽ ഭരണവിരുദ്ധ വികാരം ഇവിടെ ഉണ്ട് എന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്തുനിന്ന് ഓർക്കണം, നിങ്ങൾ അത് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഈ സർക്കാർ പരാജയമാണ്, സർക്കാർ അഴിമതിയാണ്, മുഖ്യമന്ത്രിയുടെ കുടുംബം കുഴപ്പമാണ് എന്നൊക്കെ. ഭരണവിരുദ്ധ വികാരം ആളുകളെ ആവേശത്തോടെ തെരഞ്ഞെടുപ്പിലേക്ക് വരാൻ പ്രാപ്തമാക്കുന്ന ഒന്നല്ലേ? അങ്ങനെ കൊണ്ടുവരുന്നതിൽ, ആ ഭരണവിരുദ്ധ വികാരത്തെ എൻകാഷ് ചെയ്യുന്നതിൽ BJP പരാജയപ്പെടുകയാണ്. എന്നാൽ ഈ സർക്കാർ കുഴപ്പമാണ്, UDFും കുഴപ്പമാണ്, ചെയ്യേണ്ടത്, നമ്മൾ ഓപ്റ്റ് ചെയ്യേണ്ടത് BJP ആണ് എന്ന ഒരു ഫീൽ ഉണ്ടാക്കുന്നതിൽ സത്യത്തിൽ ഈ സ്റ്റേറ്റ് ലീഡർഷിപ്പ് പരാജയപ്പെട്ടത് കൊണ്ടല്ലേ നിങ്ങളുടെ ആളുകൾ വരാത്തത്? അല്ലെന്നേ, ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ BJPയുടെ ആ ഒരു ഇലക്ഷൻ തന്ത്രത്തിനാകാം, നേതൃത്വത്തിൻ്റെ പ്രശ്നങ്ങളാകാം, പ്രവർത്തനത്തിൻ്റെ പ്രശ്നങ്ങളാകാം, സ്ഥാനാർത്ഥിയുടെ പ്രശ്നങ്ങളാകാം, എന്തായാലും പല കാര്യങ്ങളിൽ എവിടെയൊക്കെയോ പരാജയപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. അതാണ് ഇപ്പോൾ ഈ ഫലത്തിൽ റിഫ്ലക്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഭരണവിരുദ്ധ വികാരം ഇവിടെ ഇനി എത്ര പ്രകടിപ്പിച്ചാൽ എന്താണെന്നേ, ഇവിടെ വല്ല മാറ്റം ഉണ്ടാകാൻ പോകുന്നോ? കേവലം 1.5 വർഷത്തേക്കുള്ള ഒരു MLA ആണ് ഈ തിരഞ്ഞെടുക്കുന്നത്. ഈ ഭരണവിരുദ്ധ വികാരം എല്ലാം കൂടെ അങ്ങോട്ട് പ്രതിഫലിച്ച് ഇവിടെ വേറെ ആര് ജയിച്ച, ഇപ്പം കോൺഗ്രസ്സോ, ഇനിയിപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ പോയിരുന്നതുകൊണ്ട് അവിടെ ജയിച്ചു, അവിടെ അദ്ദേഹം പ്രതിപക്ഷ MLA ആണ്. ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഈ നിയമസഭയിലെ ആ ഒരു ഇക്വേഷൻ്റെ അകത്ത് എന്തെങ്കിലും മാറ്റം വരാൻ പോകുന്നുണ്ടോ? ഒന്നും വരാൻ പോകുന്നില്ല. അതുകൊണ്ട് അത് ജനങ്ങളെ കൺവിൻസ് ചെയ്യാൻ കഴിയില്ല. മടുപ്പ് BJPയെ ബാധിച്ചു എന്നാണ്. ശരി, അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, അത് ഒരു ഫാക്ടർ മാത്രമാണ്. ഞാനിപ്പോഴും പറയുന്നു, BJPയുടെ സംഘടനാപരമായ ദൗർബല്യങ്ങൾ, അതായത് പ്രവർത്തനത്തിൻ്റെ കാര്യം, ആ മുനിസിപ്പാലിറ്റിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ആ പ്രവർത്തന രീതി,